പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ മലയിലെ പ്രസംഗം അഷ്ടഭാഗ്യങ്ങൾ എന്നതിലുപരി യഥാർത്ഥ ദൈവാനുഭവം എങ്ങനെയൊക്കെ സ്വായത്തമാക്കാം എന്നതിൻ്റെ ഒരു വിശകലനവും കൂടിയാണ്. ഈ അഷ്ടഭാഗ്യങ്ങൾ പരിശീലിക്കുന്നവർ യഥാർത്ഥത്തിൽ ദൈവമക്കൾ തന്നെയാണ്. യഥാർത്ഥ സ്വർഗീയ സമാധാനവും സന്തോഷവും അവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. ശ്രീ കുര്യൻ തലയോലപ്പറമ്പ് യേശുവിൻ്റെ ഗിരിപ്രഭാഷണം വളരെ ലളിതമായി വ്യാഖ്യാനിക്കുന്നു. അഷ്ടഭാഗ്യങ്ങളുടെ മല എന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോ ഈ ചാനലിൽ തന്നെ അദ്ദേഹത്തിൻ്റെ 10ാമത്തെ പ്രഭാഷണമാണ്. ഇതിനു മുമ്പ് ജപമാലയുടെ ചരിത്രം, സങ്കീർത്തനങ്ങൾ ഒരു പഠനം, നീതിമാനായ യൗസേപ്പ്, കുരിശിന്റെ തണലിൽ, വിശ്വാസികളുടെ അമ്മ മറിയം, നിത്യജീവന്റെ പുസ്തകങ്ങൾ, ക്രിസ്മസ് ആഘോഷങ്ങളുടെ ചരിത്രം, ഭാരതത്തിന്റെ അപ്പോസ്തലൻ വിശുദ്ധ തോമാശ്ലീഹ, യേശുവിനോട് 41 ചോദ്യങ്ങൾ എന്നിങ്ങനെ 9 പ്രഭാഷണങ്ങൾ ഈ ചാനലിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയരെ, അഷ്ടഭാഗ്യങ്ങളുടെ മല എന്ന എൻ്റെ എളിയ ബൈബിൾ സന്ദേശം തലയോലപ്പറമ്പ് സെന്റ് ജോർജ് ഇടവകയിൽ നിന്നും ചേർത്തല നൈപുണ്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി സ്ഥലം മാറിപ്പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരി റവറൻഡ് ഡോക്ടർ ബെന്നി ജോൺ മാരാമ്പറമ്പിൽ അച്ഛന് സ്നേഹോപഹാരമായി സമർപ്പിക്കുന്നു. അച്ഛൻ്റെ പ്രവർത്തന മേഖലകളിലെല്ലാം ദൈവ സാന്നിധ്യം അനുഭവേദ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ. യേശുക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയവും ലളിത സുന്ദരവുമാണ് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിലും ലൂക്കാ സുവിശേഷം 6-ാം അധ്യായത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷ ഭാഗ്യങ്ങളെ കുറിച്ചുള്ള വർണ്ണനകൾ. ഭാഗ്യവാന്മാരെന്ന പദം 8 തവണ ആവർത്തിക്കപ്പെടുന്നതിനാൽ അഷ്ടഭാഗ്യങ്ങളുടെ മല എന്നും, ഒലിവ് മലയിലെ പ്രസംഗമായതിനാൽ ഗിരിപ്രഭാഷണമെന്നും സുവിശേഷ പണ്ഡിതന്മാർ ഈ പാഠഭാഗത്തെ വിശേഷിപ്പിക്കുന്നു. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെ വാക്യങ്ങളിലൂടെ ആത്മീയ ജീവിതത്തിന്റെ പ്രാമാണിക മാനദണ്ഡങ്ങളെ കുറിച്ച് യേശു പഠിപ്പിക്കുകയാണ്. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി എന്ന മുഖവുരയോടെയാണ് മലയിലെ പ്രസംഗം ആരംഭിക്കുന്നത്. മല ദൈവമനുഷ്യ ബന്ധത്തിന്റെ സംഗമവേദിയായി പഴയ നിയമ കാലഘട്ടം മുതൽ കരുതിപ്പോന്നു. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൽ ഏലിയ പ്രവാചകന് ലഭിക്കുന്ന ദൈവിക സന്ദേശം നീ ചെന്ന് മലയിൽ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുക എന്നാണ്. കർത്താവിന്റെ മലയിൽ ആര് കയറും?
അവിടുത്തെ വിശുദ്ധഗിരിയിൽ ആര് നിൽക്കുമെന്ന് 24-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തകനും പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ യേശുക്രിസ്തുവിന്റെ രൂപാന്തരീകരണവും ഗത്സമിൻ പ്രാർത്ഥനയും മലമുകളിൽ വെച്ചായിരുന്നുവെന്ന് മത്തായി സുവിശേഷം 17:1 ലൂക്കാ സുവിശേഷം 22:39 നാം വായിക്കുന്നു. പുതിയ നിയമത്തിലെ ഈ ഭാഗ്യമല പഴയ നിയമത്തിലെ സീനായി മലയ്ക്ക് സമാന്തരമായി നിൽക്കുന്നു. ഏകാന്തതയിൽ ദൈവസാന്നിധ്യം തേടി മോശ കയറിപ്പോയതും ഉടമ്പടിയുടെ പ്രമാണപ്പലകകൾ സ്വീകരിച്ചതും സീനായി മലയിൽ വെച്ചാണ്. സീനായി മലയിൽ വെച്ച് മോശ ജനത്തിന് അടിസ്ഥാന നിയമങ്ങൾ നൽകിയതുപോലെ യേശു ഒലിവു മലയിൽ വെച്ച് ജനത്തിന് നൽകിയ നിയമസംഹിതയാണ് അഷ്ടഭാഗ്യങ്ങൾ. ഒലിവു മലയിലെ പ്രസംഗത്തിലൂടെ അഷ്ടഭാഗ്യങ്ങളെ കുറിച്ചും അതുവഴി നിത്യസൗഭാഗ്യം സ്വന്തമാക്കുന്ന ഭാഗ്യവാന്മാരെ കുറിച്ചും യേശു പഠിപ്പിക്കുന്നു. പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായ പുതിയ നിയമം യേശു വിശദീകരിക്കുന്നതാണ് മലയിലെ പ്രസംഗം. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 21 മുതൽ 48 വരെ വാക്യങ്ങളിലൂടെ പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന മുഖവുരയോടെ പഴയതും പുതിയതുമായ ഉടമ്പടികളും പ്രമാണങ്ങളും തമ്മിലുള്ള ബന്ധവും വ്യത്യാസവും യേശു ഉയർത്തി കാണിക്കുന്ന 6 സന്ദർഭങ്ങളെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. മത്തായി 5:21 കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. മത്തായി 5:27 വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. മത്തായി 5:31 ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് ഉപേക്ഷാപത്രം കൊടുക്കണം എന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗ നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരിണിയാക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യും. മത്തായി 5:33 വ്യാജമായി ആണയിടരുത്, കർത്താവിനോട് ചെയ്ത ശപഥം നിറവേറ്റണം എന്ന് പൂർവികരോട് കൽപ്പിച്ചിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആണയിടുകയേ അരുത്. സ്വർഗത്തെ കൊണ്ട് ആണയിടരുത്, അത് ദൈവത്തിന്റെ സിംഹാസനമാണ്. ഭൂമിയെ കൊണ്ടും അരുത്, അത് അവിടുത്തെ പാദപീഠമാണ്. യെരൂശലേമിനെ കൊണ്ടും അരുത്, അത് മഹാരാജാവിന്റെ നഗരമാണ്. നിന്റെ ശിരസിനെ കൊണ്ടും ആണയിടരുത്, അതിലെ ഒരു മുടിയുടെ വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്ക് സാധിക്കുകയില്ല. നിന്റെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ, ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. മത്തായി 5:38 കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. വലത്ത് കരണം തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലക്കൈ കൂടി കൊടുക്കുക. 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം പോവുക. ചോദിക്കുന്നവന് കൊടുക്കുക, വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. മത്തായി 5:43 അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവിന്റെ മക്കളായി തീരും. എല്ലാ നിയമങ്ങളെയും മറികടക്കുന്ന ദൈവിക മനോഭാവങ്ങളിലേക്കാണ് ഈ സുവിശേഷ ഭാഗം നമ്മെ ക്ഷണിക്കുന്നത്. കർത്താവിനെ പ്രതിയുള്ള അവഹേളനങ്ങളും പീഡനങ്ങളും വലിയ മുതൽക്കൂട്ടായി തീരുമെന്ന് വിശുദ്ധാത്മാക്കളുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു.
മുഖം നോക്കാതെ ശത്രുവിന് നന്മ ചെയ്യുമ്പോൾ അതവന് പശ്ചാത്താപത്തിന്റെ തീക്കനലായി അനുഭവപ്പെടുകയും നമ്മൾ ദൈവമക്കളായി തീരുകയും ചെയ്യും. അതിനാൽ നമ്മുടെ വാക്കുകളും ചിന്തകളും പ്രവൃത്തികളും ദൈവാരൂപിയാൽ നയിക്കപ്പെടുന്നതായിരിക്കട്ടെ. ആമേൻ. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്നത് മലയിലെ പ്രസംഗത്തിന്റെ ആമുഖവും എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്നത് ഉപസംഹാരവുമാണ്. ക്രിസ്തു ശിഷ്യൻ ദരിദ്രനും മറ്റുള്ളവരാൽ പീഡിപ്പിക്കപ്പെടുന്നവനുമാണ്. ഈ ശിഷ്യനെ കുറിച്ചുള്ള വിശദീകരണമാണ് 3 മുതൽ 11 വരെ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ വിലപിക്കുന്നവനാണ്, ശാന്തശീലനാണ്, നീതിക്ക് വേണ്ടി വിശക്കുന്നവനും ദാഹിക്കുന്നവനുമാണ്, കരുണയും ഹൃദയശുദ്ധിയുമുള്ളവനുമാണ്, സമാധാനം സ്ഥാപിക്കുന്നവനും നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവനുമാണ്. ശിഷ്യത്വ ജീവിതത്തിന്റെ ആഴവും അർത്ഥവ്യാപ്തിയും അഷ്ടസൗഭാഗ്യങ്ങൾ സുന്ദരമായി വ്യാഖ്യാനിക്കുന്നു. പൊതുവെ അഷ്ടഭാഗ്യങ്ങൾ എന്ന് അറിയപ്പെടുമ്പോഴും 9 പ്രാവശ്യം ഭാഗ്യവാന്മാരെന്ന പദം ഉപയോഗിച്ച് ശിഷ്യത്വത്തിന്റെ സ്വഭാവം യേശു വ്യക്തമാക്കുന്നു. കടന്നുപോകുന്ന വഴിത്താരകളിലെല്ലാം ദൈവമുഖം തിരിച്ചറിയാൻ കഴിയുന്ന സിദ്ധിയാണ് ഒരുവനെ ക്രിസ്തു ശിഷ്യനാക്കുന്നത്. സ്വർഗരാജ്യത്തിന്റെ പാത പിന്തുടർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിശ്വാസ പരിശീലനത്തിനുള്ള ബാലപാഠങ്ങളായി ഗിരിപ്രഭാഷണത്തെ മനസ്സിലാക്കാം. തീഷ്ണതയോടെ ഗിരിപ്രഭാഷണം ധ്യാനിക്കുന്നവർക്ക് ക്രൈസ്തവ ജീവിതത്തിന്റെ ഉദാത്തമായ മാനദണ്ഡം എന്താണെന്ന് വെളിപ്പെടുമെന്ന് സഭാപിതാവായ വിശുദ്ധ ആഗസ്തീനോസ് സാക്ഷ്യപ്പെടുത്തുന്നു. യേശു പ്രസംഗിച്ച ഭാഗ്യങ്ങളുടെ മല പുതിയ ഉടമ്പടിയുടെ മലയും അത് പ്രഘോഷിച്ച യേശു പുതിയ നിയമ മോശയുമാണ്. പ്രൈസ് ദ ലോർഡ്.